ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു വാഴക്കുടപ്പൻ, അതായത് വാഴക്കൂമ്പ്, വാഴച്ചുണ്ട് എന്നൊക്കെ പലയിടത്തും പറയും. അത് പറിച്ചിട്ട് നന്നാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അതിനുവേണ്ടി നന്നായിട്ട് കയ്യിലൊക്കെ വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. കാരണം വെളിച്ചെണ്ണ പുരട്ടിയിട്ട് എൻ്റെ കൈയുടെ നഖത്തിലൊക്കെ കറുത്തിരിക്കാൻ തുടങ്ങി. ഏകദേശം ഈ ഒരു ലെവലിലായിരിക്കണം ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോഴത്തേനും എൻ്റെ കൈയൊക്കെ ഒന്ന് കറുത്ത് തുടങ്ങി, കറയൊക്കെ ആയിട്ടോ. വെളിച്ചെണ്ണ പുരട്ടിയിട്ടും ചെറുതായിട്ടൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നാക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. അത് അരിഞ്ഞത് കുറച്ച് വെള്ളത്തിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ആ ഉപ്പ് വെള്ളത്തിലാണ് ഇടണം കേട്ടോ. അതിലിട്ടിട്ട് നന്നായി ഒന്ന് തിരുമ്മണം. തിരുമ്മി കഴിയുമ്പോൾ അതിൽ കറ മുഴുവൻ പോകും. കറ പോയിട്ട് ഒരു കറുത്തിരിക്കുക, അടിഭാഗമൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുക. കറ പോയതിൻ്റെ ഒരു ലക്ഷണമാണ്. കറ അടിയിൽ കിടക്കും കേട്ടോ. നമ്മളിത് കഴുകി തിരുമ്മി എടുത്തിട്ട് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കിതിന് അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടി കുറച്ച് തേങ്ങ, 4-5 ഉള്ളി, 2-3 ആയാലും മതി കേട്ടോ. പിന്നെ 2-3 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഇതൊക്കെ ഇട്ട് ചതച്ചെടുക്കണം. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരയരുത്. നമ്മുടെ അവിയലിനൊക്കെ നമ്മൾ എടുക്കില്ല, ആ ഒരു പാകത്തിന് ഒന്ന് ചതച്ചെടുക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ, ഞാൻ മറന്നുപോയി. ഇട്ടിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ് മിക്സിയിൽ. എന്നിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ അരച്ചെടുത്തില്ലേ, അരക്കല്ല, ഒന്ന് കറക്കി എടുത്തുള്ളൂ കേട്ടോ. ആ അരപ്പൊന്ന് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പച്ചമണമല്ല, അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം മീൻസ് നമ്മളൊന്ന് എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടണം. നമ്മൾ ഉപ്പേരിക്കൊക്കെ ചെയ്യൂല എന്ന പോലെ ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയിൽ മോൾ അവിടെ നിന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഓറഞ്ച് എടുത്ത് കൊടുത്ത് കഴിക്കുക കേട്ടോ. ഫുഡ് ആവാൻ വെയിറ്റ് ചെയ്തിരിക്കാൻ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണേ. അടി പിടിക്കാണ്ടിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഏകദേശമായി. അതിലേക്ക് നമ്മുടെ വാഴച്ചുണ്ടല്ലേ, അത് ഇട്ട് കൊടുക്കുക. നിങ്ങളെന്താ പറയുന്നറിയില്ല, വാഴക്കൂമ്പ്, വാഴക്കുടപ്പൻ എന്നൊക്കെ പറയും. അത് ഇട്ട് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് എന്താ പറയുക, ചോറുണ്ണാനൊക്കെ. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് വൻപയറിൻ്റെ കൂടെയാണ് കേട്ടോ. ഞാൻ ഇത് മാത്രം ഇട്ടിട്ട് വെച്ചപ്പോഴും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ മാത്രം വെക്കണം. അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, ആവശ്യത്തിന്.
ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. നമുക്കൊന്ന് ചെറുതായിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ. അടച്ച് വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വഴറ്റി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. മോളാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര തീറ്റയാട്ടോ, പിസ്തയൊക്കെ തിന്നുകൊണ്ടിരിക്കുക. ശരിക്കും സ്കൂളിലെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് വന്ന വഴിയാട്ടോ. അപ്പോൾ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് തിന്നാൻ കൊടുക്കുന്നത്. എനിക്ക് കുറച്ച് താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് മാത്രം ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പയർ ഇട്ടിട്ടില്ല. അപ്പോൾ മോൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് കഴിച്ച് നോക്കി, ഇങ്ങനെ മാത്രം മതി വിചാരിച്ചു. പക്ഷേ ഞാൻ പയർ വേവിച്ച് പോയി. വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ തലേദിവസം, അല്ല ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വെന്ത ശേഷം ഇതിലോട്ട് ഇടാൻ വേണ്ടി വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ടാലും നല്ല ടേസ്റ്റാട്ടോ. രണ്ടും കൂടി വെക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ വാഴച്ചുണ്ട് മാത്രം വെക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാട്ടോ. പയറിൽ അത്യാവശ്യം ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിത് അടച്ചൊക്കെ വേവിച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം രണ്ടും കൂടിയുള്ള ആ ഒരു അരപ്പല്ല ഇതിനകത്തോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി ഇടയ്ക്ക് അടച്ച് വെച്ച് സിമ്മിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് രണ്ടും കൂടി. നമ്മളൊരു ലഞ്ചിനുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഇത് മാത്രം വെച്ചാൽ കഴിക്കില്ലല്ലോ. അപ്പോൾ ചാറ് കറി എന്ന് പറയണത് ഞാൻ ചുമ്മാ ഒന്ന് മോര് കാച്ചാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ മുട്ട നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഇല്ല, കഴിഞ്ഞ്. ഞാൻ മറന്നുപോയി മേടിക്കാൻ. അപ്പോൾ വിചാരിച്ചു മുട്ടയില്ലാണ്ട് കഴിക്കില്ല മോള്. അപ്പോൾ ഞാനൊരു വേഗം പൊട്ടാറ്റോ എടുത്തിട്ട് മുറിച്ച് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ പയറും വാഴക്കൂമ്പും കൂടി വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കണേ. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ മതി. വെച്ചിട്ട് ഒന്ന് ഇളക്കി. നല്ല മണമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല മണമുണ്ട്. നമ്മളിത് റെഡിയായി മാറ്റി വയ്ക്കണം. കമിഴ്ത്തി അടയ്ക്കരുത്, ചീത്തയാകുന്നൊക്കെ പറയണ കേൾക്കാം കേട്ടോ. പണ്ടൊക്കെ അമ്മ പറയും കറി വെച്ചതും നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ അടച്ച് വെക്കരുത്, ചെറുതായിട്ടൊന്ന് തുറന്ന് വയ്ക്കണം, അതിൻ്റെ ചൂടൊക്കെ പോകണം എന്നൊക്കെ പറയണ കേൾക്കാം. അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ ആ തവി എടുത്ത് വെച്ചത്. ഇപ്പം ഞാനൊരു വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് മോര് കാച്ചാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് ഇനിയും വേണം, പയർ വേണം എന്നൊക്കെ പറഞ്ഞു. അത് കുറച്ചിട്ട് കൊടുത്ത് ഏകദേശം ഇത് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്ക്
കുറച്ച് ഉലുവയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ടത് സ്കിപ്പായി പോയിട്ടോ വീഡിയോ എടുക്കാൻ. അപ്പം ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. മോരല്ലേ, മോര് ഞാൻ തൈരൊന്ന് അടിച്ചതാണ് മിക്സിയിലിട്ട് ഒന്ന് ലൂസ് കട്ടയൊക്കെ മാറ്റാൻ. എന്നിട്ട് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി ആ പച്ചമണം കളയാൻ വേണ്ടി എല്ലാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത്. അതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ല, ചൂടോടുകൂടി ഒഴിച്ച സാധനം പിരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. എന്നിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ. തിളപ്പിക്കരുത്, തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും. നമ്മുടെ മോരുകറിയും റെഡിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് നോക്കി എല്ലാം സെറ്റായിരുന്നു. നമുക്കിത് മാറ്റാം ഒരു പാത്രത്തിലേക്ക്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളത് കൊണ്ടാട്ടോ എല്ലാം കുറച്ചീശെ വയ്ക്കണേ. കാരണം കുറേ പേരുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് മോൾക്ക് പൊട്ടാറ്റോ ഫ്രൈ ആട്ടോ. മുട്ട ഇല്ലാത്തത് കൊണ്ടാണ്, മുട്ട മേടിക്കാൻ മറന്നുപോയി. കഴിഞ്ഞ കാര്യം ഞാൻ മറന്നുപോയിട്ടോ മേടിക്കാൻ. അപ്പോൾ മുട്ടയില്ലാതെ കഴിക്കില്ല. സ്കൂളിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ മുട്ട കഴിക്കാണ്ടിരിക്കണം. അല്ലെങ്കിൽ എല്ലാ ദിവസവും മുട്ട വേണം. മുട്ട ഇല്ലെങ്കിൽ ഇവിടെ ബഹളമായിരിക്കും കേട്ടോ. അതിന് പകരം ഞാൻ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് കൊടുത്താണ്. എനിക്ക് മോരുകറിയും പയറും വഴക്കുമ്പൊക്കെ മതിയാവും. ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിക്കാൻ കേട്ടോ. മോരുകറി മാത്രമാണെങ്കിൽ ഞാൻ കഴിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വൻപയറും വാഴക്കൂമ്പൊക്കെ അതിൻ്റെ ഇടയ്ക്ക് മോള് കാണിക്കുന്ന വേല കേട്ടോ ഇതൊക്കെ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തില്ല, ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും പരിപാടികൾ. ഞാനൊന്ന് കുത്തി നോക്കും അത് വെന്തോന്നറിയാൻ വേണ്ടി. ചിലപ്പോൾ കത്തി കൊണ്ട് സ്പൂൺ കൊണ്ട് കുത്തി നോക്കുമ്പോൾ അത് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ, അത് ഉള്ളിലോട്ട് പോയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ വെന്ത് നിർത്താം. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മോളോട് ചോദിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ. ആളാണെങ്കിൽ ഇഷ്ടപ്പെട്ടു, അല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും കേട്ടോ. ആദ്യം തന്നെ ആ പൊട്ടാറ്റോ ഫ്രൈ മൊത്തം ഇന്ന് കമിഴ്ത്താണ്. അമ്മയ്ക്കല്ല, ഇത് മൊത്തം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. ചോറ് കഴിച്ചില്ല കേട്ടോ, ഇച്ചിരി കഴിച്ചുള്ളൂ. കുറേ ഈ പയറും വാഴക്കൂമ്പൊക്കെ കഴിച്ചത് കൊണ്ടാന്ന് തോന്നുന്നു കുറച്ച് കഴിച്ചുള്ളായിരുന്നു ആൾ. അത് മതി എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു, കറി കഴിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞ് ലഞ്ച്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ലഞ്ച് കഴിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ധാരാളം കേട്ടോ. കുഞ്ഞു കുഞ്ഞു കറികളൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കുക. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലും ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഏകദേശം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ.
നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.